السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ومولانا محمدا عبد الله ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فأعوذ بالتحلم ومن يتصبر يصبره الله. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ربي زدنا علما. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, വിദ്യാർത്ഥികൾ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ മദ്രസയിലേക്ക് എത്തിച്ചേർന്നു. അൽഹംദുലില്ലാ. യഥാർത്ഥത്തിൽ സ്വന്തം നാട്, സ്വന്തം വീട്, സ്വന്തം കുടുംബം, ഇതിനോടുള്ള ബന്ധം, സ്നേഹം, അത് മനുഷ്യ സഹജമാണ്. കുടുംബത്തിൽ നിന്നും, നാട്ടിൽ നിന്നും, വീട്ടിൽ നിന്നും മാറി നിൽക്കൽ, അകന്നു നിൽക്കൽ, അത് മനുഷ്യന് പ്രയാസമാണ്. ഇത് മനുഷ്യ സഹജമായ ഒരു സ്വഭാവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ മക്കയെ നോക്കി പറഞ്ഞ ഒരു വാക്ക് പ്രസിദ്ധമാണ്. വല്ലാഹി യാ മക്ക ഇന്നകി ലാ അഹബ്ബു അർളില്ലാഹി ഇലൈ വലൗലാ അന്ന അഹ്ലകി അഖ്റജൂനി മാ ഖറജ്തു മിൻകി. അല്ലാഹുവാണ് സത്യം, എനിക്ക് അല്ലാഹുവിന്റെ നാടുകളിൽ ഏറ്റവും പ്രിയപ്പെട്ടത് നീയാണ്. വഖൈറു അർളില്ലാ, ഏറ്റവും നല്ല നാടും നീയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നീയാണ്. പക്ഷേ എൻ്റെ സമുദായം എന്നെ പുറത്താക്കിയത് കൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ വിട്ടു പോകുന്നത്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയെ നോക്കി പറയാം. മദീനയിലെത്തിയതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിരുന്നു, അല്ലാഹുവേ അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന കഹുബ്ബിന മക്കത ഔ അശദ്. അല്ലാഹുവേ, മദീനയോടുള്ള സ്നേഹം മക്കയെ ഞങ്ങൾ സ്നേഹിച്ചതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ മദീനയെ സ്നേഹിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി. ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു ഹിജ്റ പോയതിനു ശേഷം മദീനയിൽ വെച്ച് ഇടക്കിടക്ക് മക്കയെ ഓർത്തുകൊണ്ട് അദ്ദേഹം പാടുമായിരുന്നു, അലാ ലൈത ശഅരി ഹൽ അബീതന്ന ലൈലതൻ ബിവാദിൻ വഹൗലി ഇദ്ഖറുൻ വജലീലു വഹൽ അരിദന്ന യൗമൻ മിയാഹ മജന്നത്തിൻ വഹൽ യബ്ദു ലി ഷാമത്തുൻ വതുഫൈലു. എനിക്കറിയാൻ സാധിച്ചിരുന്നെങ്കിൽ, അലാ ലൈത ശഅരി ഹൽ അബീതന്ന ലൈലതൻ, ഇനി എന്നെങ്കിലും ഒരു രാത്രി, ഹൽ അബീതന്ന, എനിക്ക് അന്തി ഉറങ്ങാൻ സാധിക്കുമോ, ബിവാദിൻ വഹൗലി ഇദ്ഖറുൻ വജലീലു, മക്കയിലെ ഇദ്ഖർ ജലീൽ സസ്യങ്ങൾക്ക് നടുവിൽ ഇനി സുന്ദരമായ ഒരു രാത്രിയിൽ കിടന്നുറങ്ങാൻ എനിക്ക് സാധിക്കുമോ, മക്കയിൽ കിടന്നുറങ്ങാൻ സാധിക്കുമോ. വഹൽ അരിദന്ന യൗമൻ മിയാഹ മജന്നത്തിൻ, മജന്ന തടാകത്തിലേക്ക് ഇനി എന്തെങ്കിലും ഒരു നാൾ എനിക്ക് പോകാൻ സാധിക്കുമോ. വഹൽ യബ്ദു ലി ഷാമത്തുൻ വതുഫൈലു, ഷാമ, തുഫൈൽ എന്ന് പറയുന്ന മക്കയിലെ പർവ്വതങ്ങൾ ഇനി എന്നെങ്കിലും ഒരു ദിവസം എനിക്ക് കാണാൻ സാധിക്കുമോ. പറഞ്ഞു വരുന്നത്, മനുഷ്യ സഹജമാണ് സ്വന്തം നാടിനോടുള്ള സ്നേഹം. പക്ഷെ നമ്മൾ സ്വന്തം നാടും വീടും വിട്ട് മദ്രസയിലേക്ക് വന്നു. ഈ വലിയൊരു ത്യാഗം നമ്മൾ സഹിക്കുന്നത് എന്തിന്റെ പേരിലാണ്? നമ്മൾ നമ്മുടെ നിയ്യത്തിനെ ഇടക്കിടക്ക് പുതുക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ശൈത്താൻ നമ്മുടെ പരിശ്രമങ്ങളെ നിഷ്പ്രയാസം വിഫലമാക്കി കളയും. എന്തിനാണ്? ഇൽമു പഠിക്കാൻ വേണ്ടിയാണ്. ഇൽമു നമ്മൾ പഠിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്, ആഖിറത്തിന് വേണ്ടിയാണ്. ഈ ചിന്ത നമ്മൾ ഇടക്കിടക്ക്, ഈ നിയ്യത്തിനെ നമ്മൾ പുതുക്കിക്കൊണ്ടേയിരിക്കണം. ഇൽമിന്റെ മാർഗത്തിൽ ത്യാഗം സഹിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ത്യാഗം, ഇൽമിന് വേണ്ടി ത്യാഗം സഹിക്കൽ, ഇത് മുഴുവൻ അമ്പിയാക്കളുടെയും സലഫുസ് സാലിഹീങ്ങളുടെയും സുന്നത്താണ്. മുഴുവൻ അമ്പിയാക്കളും ഇൽമിന് വേണ്ടി ത്യാഗം സഹിച്ചവരാണ്. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആദ്യ മനുഷ്യൻ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെ സൃഷ്ടിച്ചതിന് ശേഷം പറയുന്നുണ്ട്, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ വരുന്നുണ്ട്, ഇദ്ഹബ് ഫസല്ലിം അലാ ഉലൈക നഫരി മിനൽ മലായിക ഫസ്തമി' മാ യുഹയ്യൂനക. സൃഷ്ടിച്ച ഉടനെ ആദം നബിയോട് അല്ലാഹു തആല പറയുന്നത്, നീ മലക്കുകളുടെ അരികിലേക്ക് പോവുക, എന്നിട്ട് അവർ നിന്നോട് എന്താണ് അഭിവാദ്യമായി പറയുന്നത് എന്ന് കേൾക്കുക. ഇതിന്റെ ഷറഹിൽ മുഹദ്ദിസീങ്ങൾ, ശാരിഹീങ്ങൾ പറയുന്നുണ്ട്, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മലക്കുകളിൽ നിന്ന് വിദൂരത്തായിരുന്നു. മലക്കുകളുടെ അടുക്കലേക്ക് പോകാൻ പറഞ്ഞു. എന്തുകൊണ്ട് മലക്കുകളോട് നേരിട്ട് ആദം നബിയുടെ അടുക്കലേക്ക് വരാൻ പറഞ്ഞില്ല?
ആദം നബിയോട് മലക്കുകളുടെ അരികിലേക്ക് പോകാൻ പറഞ്ഞത് ഇൽമിന് വേണ്ടി ത്യാഗം ചെയ്യണം, ഇൽമിനെ തേടി പോകണം, ഇത് സുന്നത്താണ്, ഇത് നല്ല കാര്യമാണെന്ന് പഠിപ്പിക്കാനാണ്. ആദ്യമായി ഇൽമിനെ തേടി പുറപ്പെട്ടത് ആദ്യ മനുഷ്യൻ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇൽമിനെ തേടി പുറപ്പെട്ട സംഭവം സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു വിശദീകരിച്ച് പറയുന്നുണ്ട്. അതിൽ അള്ളാഹു അദ്ദേഹത്തിന് ആ യാത്രയിൽ ക്ഷീണം ബാധിച്ചു. ആതിനാ ഗദാഅന ലഖദ് ലഖീനാ മിൻ സഫരിനാ ഹാദാ നസബ. ക്ഷീണം ബാധിച്ചു അദ്ദേഹത്തിന്. ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഈ സംഭവത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുതഅല്ലിമീങ്ങൾക്കുണ്ടാവേണ്ട പ്രധാനപ്പെട്ട 2 ഗുണങ്ങളാണ് പറയുന്നത്. പ്രധാനപ്പെട്ട 2 ഗുണങ്ങൾ. ഒന്ന്, ഇഹ്തിമാലുൽ മശഖ്ഖത്തി ഫീ തലബിൽ ഇൽം. ഇൽമു പഠിക്കാൻ വേണ്ടി പ്രയാസങ്ങൾ സഹിക്കണം. പ്രയാസങ്ങൾ സഹിക്കൽ അത്യാവശ്യമാണ്. സബർ വേണം. നല്ല ക്ഷമയുള്ളവർക്ക് മാത്രമേ ഇൽമു പഠിക്കാൻ പറ്റൂ. ഇമാം ഷാബിയോട് ചോദിക്കപ്പെട്ടു, മിൻ ഐന ജമഅത ഹാദൽ ഇൽമ കുല്ലഹു, ഈ മുഴുവൻ ഇൽമു താങ്കൾ പഠിച്ചത് എങ്ങനെയാണ്? അദ്ദേഹം പറഞ്ഞു, ബിനഫിൽ ഇഅ്തിമാദ് വസ്സൈരി ഫിൽ ബിലാദ് വബുകൂരിൻ കബുകൂരിൽ ഗുറാബ് വസബ്രിൻ കസബ്രിൽ ഹിമാർ. ഞാൻ ആരെയും ആസ്വദിച്ചിട്ടില്ല. ഇൽമു പഠിക്കാൻ വേണ്ടി ധാരാളം നാടുകൾ ഞാൻ ചുറ്റിത്തിരിഞ്ഞു, സഞ്ചരിച്ചു. വബുകൂരിൻ കബുകൂരിൽ ഗുറാബ്, കാക്ക അതിന്റെ കൂട് വിട്ട് രാവിലെ തന്നെ പുറത്തിറങ്ങുന്നത് പോലെ ഞാൻ വീട് വിട്ട് രാവിലെ തന്നെ പുറത്തിറങ്ങും. വസബ്രിൻ കസബ്രിൽ ഹിമാർ, കഴുതയെ പോലെ ഞാൻ ക്ഷമിച്ചു. നല്ല ക്ഷമയില്ലാതെ, ത്യാഗങ്ങൾ സഹിക്കാതെ ഒരിക്കലും ഇൽമു ലഭിക്കുകയില്ല. രണ്ടാമത്തത് അത്തവാദു. ഇൽമു പഠിപ്പിക്കുന്ന ഉസ്താദുമാരുടെ മുമ്പിൽ തവാദു, വിനയത്തോടു കൂടി പെരുമാറണം. ഹൽ അത്തബിഉക അലാ അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുഷ്ദ. മൂസാ നബി പ്രവാചകനാണ്. അദ്ദേഹം ഖിദർ അലൈഹിസ്സലാമിനോട് പറയുന്ന വാക്കാണ് ഹൽ അത്തബിഉക, ഞാൻ താങ്കളെ പിൻപറ്റട്ടെയോ? തവാദുവോടുകൂടി സംസാരിക്കാം. ഈ 2 ഗുണങ്ങൾ മുതഅല്ലിമീങ്ങൾക്ക് അത്യാവശ്യമാണ്. ഒന്നാമത്തത് സബറാണ്, നല്ല ക്ഷമ വേണം. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ ഇൽമു ബിത്തഅല്ലും. ഇൽമ് എന്ന് പറഞ്ഞാൽ ഇൽമു ലഭിക്കുക തഅല്ലുമിലൂടെയാണ്. സാധാരണ ഇൽമു പഠിക്കുന്ന ആളുകളെ കുറിച്ച് ഹദീസിലും അതേപോലെ കിതാബുകളിലുമെല്ലാം തഅല്ലും, മുതഅല്ലിം എന്ന വാക്കാണ്. ദാരിസ് എന്ന് പറഞ്ഞാലും അതേ അർത്ഥമാണ്, പഠിക്കുന്നവൻ. എന്തുകൊണ്ടാണ് മുതഅല്ലിം തഅല്ലും എന്ന് പറയുന്നത്? അതിൽ തകല്ലുഫുണ്ട്, തഫഉൽ ബാബിൽ തകല്ലുഫുണ്ട്, കഷ്ടപ്പെട്ട് പഠിക്കലാണ്. കഷ്ടപ്പെട്ട് പഠിച്ചാൽ മാത്രമേ ഇൽമു ലഭിക്കൂ. ഇന്നമൽ ഇൽമു, ഇൽമു ലഭിക്കുന്നത് ബിത്തഅല്ലും, കഷ്ടപ്പെട്ട് പഠിക്കൽ കൊണ്ട് മാത്രമാണ്. ഒരിക്കലും നമ്മുടെ സുഖങ്ങൾക്കനുസരിച്ച് ജീവിച്ച് ഇൽമു പഠിക്കൽ സാധ്യമല്ല. ഇൽമിന് വേണ്ടി നമ്മൾ കഷ്ടപ്പെടുമ്പോൾ മുൻഗാമികളുടെ സംഭവങ്ങൾ നമ്മൾ കേൾക്കണം. മുൻഗാമികളുടെ സംഭവങ്ങൾ ധാരാളമായി കേൾക്കണം. അത് നമുക്ക് ഇൽമിന്റെ മാർഗത്തിൽ ഇസ്തിഖാമത്തോടുകൂടി ഉറച്ചു നിൽക്കാൻ നമ്മളെ സഹായിക്കും. ബഹുമാനപ്പെട്ട ജുനൈദ് റഹ്മത്തുള്ളാഹി അലൈഹി, ജുനൈദുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അൽ ഹികായാതു ജുൻദുൻ മിൻ ജുനൂദില്ലാഹ് യുഖവ്വില്ലാഹു ബിഹാ ഈമാനൽ അബ്ദി. ഹിക്കായാത്തുകൾ, മുൻഗാമികളുടെ സംഭവങ്ങൾ അള്ളാഹുവിന്റെ സൈന്യങ്ങൾപ്പെട്ട ഒരു സൈന്യമാണ്. അതിലൂടെ അള്ളാഹു മുഅ്മിനീങ്ങളുടെ ഈമാനിന് ശക്തി പകരും. അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, ഹൽ ലിഹാദ മിൻ ഷാഹിദ്, ഇതിന് വല്ല തെളിവുമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, അതെ, ഖുർആനിൽ തന്നെ തെളിവുണ്ട്. വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുൽ മാ നുസബ്ബിതു ബിഹി ഫുആദക. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളോട് പറയുന്നു, മുൻഗാമികളായ പ്രവാചകന്മാരുടെ സംഭവങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നത് മാ നുസബ്ബിതു ബിഹി ഫുആദക, താങ്കളുടെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്താനാണ്. അതുകൊണ്ട് മുൻഗാമികളുടെ സംഭവങ്ങൾ അധികമായി വായിക്കണം, അധികമായി കേൾക്കണം. അവർ അനുഭവിച്ച ത്യാഗങ്ങൾ നമ്മൾ പഠിക്കണം. സഹാബാക്കൾ ഇൽമിന് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലഖദ് റഅയ്തുനി ഉസ്റഉ, ഞാൻ പല പ്രാവശ്യം ബോധം കെട്ട് വീഴുമായിരുന്നു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെയും ആയിഷ നബി തങ്ങളുടെ മിമ്പറിന്റെയും ആയിഷ ബീവിയുടെ റൂമിന്റെയും ഇടയിൽ പല പ്രാവശ്യം ഞാൻ ബോധം കെട്ട് വീണിരുന്നു. ജനങ്ങൾ വിചാരിച്ചിരുന്നു എനിക്ക് ഭ്രാന്താണ്. വമാ ബി ഇല്ലൽ ജൂ, എനിക്ക് വിശപ്പ് മാത്രമായിരുന്നു. ഇൽമിന് വേണ്ടി വിശപ്പ് സഹിച്ചവരാണ് സഹാബാക്കൾ. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സഹീഹുൽ ബുഖാരിയിൽ തഅലീഖായിട്ട് ഉദ്ധരിക്കുന്നുണ്ട്, ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു റഹല ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു മസീറത ശഹരിൻ ഇലാ അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് ഫി ഹദീസിൻ വാഹിദ്. ഒരൊറ്റ ഹദീസിന് വേണ്ടി ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് റളിയല്ലാഹു അൻഹുവിലേക്ക് 1 മാസത്തെ വഴിദൂരം സഞ്ചരിച്ചു. ഒരൊറ്റ ഹദീസിന് വേണ്ടി, ഒരൊറ്റ ഹദീസിന് വേണ്ടി. മിസ്രിലെത്തി, മദീനയിൽ നിന്ന് മിസ്രിലെത്തി. അദ്ദേഹത്തിന്റെ വീടിന്റെ മുറ്റത്ത് നിന്നു.
അദ്ദേഹത്തിന്റെ ഭൃത്യനോട് പറഞ്ഞു, ജാബിർ ബിൻ അബ്ദുല്ല വന്നിട്ടുണ്ട് എന്ന് പറയാൻ. അബ്ദുല്ലാഹി ബിൻ ഉനൈസ് റളിയല്ലാഹു അൻഹു വന്നു. ഫഅതനഖഹു, അദ്ദേഹത്തെ മുആനഖ ചെയ്തു. ഈ ഹദീസ് ഇമാം ബുഖാരി അദബുൽ മുഫ്രദിലും ഉദ്ധരിക്കുന്നുണ്ട്, മുആനഖയുടെ ബാബിൽ. ഫഅതനഖഹു, അദ്ദേഹത്തെ മുആനഖ ചെയ്തു. എന്നിട്ട് ചോദിച്ചു, എന്താണ് വരവിന്റെ ഉദ്ദേശം? ഞാൻ കേൾക്കാത്ത ഒരു ഹദീസ് താങ്കൾ കേട്ടിട്ടുണ്ട് എന്നെനിക്ക് അറിവ് ലഭിച്ചു. ആ ഹദീസ് കേൾക്കുന്നതിന് മുമ്പ് ഞാൻ മരണപ്പെട്ടു പോയാലോ എന്ന ഭയത്തിന്റെ പേരിലാണ് ഇത്രയും പെട്ടെന്ന് ഇത്രയും ദൂരം താണ്ടി ഞാൻ താങ്കളുടെ അടുക്കിലേക്ക് വന്നത്. ഇൽമിനെ തേടിയുള്ള യാത്ര അത് സഹാബാക്കളുടെ സുന്നത്താണ്, അമ്പിയാക്കളുടെ സുന്നത്താണ്, സലഫുസ് സാലിഹീങ്ങളുടെ സുന്നത്താണ്. ആ ഒരു മാർഗത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. അബ്ദുല്ലാഹി ബിൻ ഉനൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു ആ ഹദീസ്, യഅതിന്നാസു യൗമൽ ഖിയാമത്തി ഹുഫാതൻ ഉറാതൻ ഗുർലൻ ബുഹ്മൻ. നാളെ ആഖിറത്തിൽ ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് ഹുഫാതൻ, പാദരക്ഷകളില്ലാതെ, ഉറാതൻ, വിവസ്ത്രരായി, ഗുർലൻ, ചേലാകർമ്മം ചെയ്യപ്പെടാത്ത അവസ്ഥയിൽ, ബുഹ്മൻ, ആ വാക്ക് അദ്ദേഹത്തിന് മനസ്സിലായില്ല. ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹം ചോദിച്ചു, ഒമാ ബുഹ്മൻ, എന്താണ് ബുഹ്മൻ എന്ന് പറഞ്ഞാൽ? അബ്ദുല്ലാഹി ബിൻ ഉനൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമ്പത്തില്ലാതെ, യാതൊരു സുഖസൗകര്യങ്ങളും ഇല്ലാതെ, സമ്പത്തില്ലാതെയാണ് നാളെ ആഖിറത്തിൽ എല്ലാവരും അള്ളാഹുവിന്റെ മുമ്പിൽ വരിക. അവിടെയുള്ള സമ്പത്ത് ഇന്ന് നമ്മൾ ചെയ്ത അമലുകളാണ്. ഈ ഒരൊറ്റ ഹദീസിന് വേണ്ടി ഒരു മാസത്തെ വഴിദൂരം യാത്ര ചെയ്തു. മുൻഗാമികളുടെ, താബിഈങ്ങളുടെ, സലഫുസ് സാലിഹീങ്ങളുടെ സംഭവങ്ങൾ, ത്യാഗങ്ങൾ നമ്മൾ വായിച്ചു നോക്കിയാൽ അത്ഭുതപ്പെട്ടു പോകും. അത്രയും ത്യാഗങ്ങൾ അവർ സഹിച്ചിട്ടുണ്ട്. സഫഹാത്തും മിൻ സബ്രിൽ ഉലമാ, ഒരു കിതാബ് തന്നെ ഈ വിഷയത്തിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. അബ്ദുൽ ഫത്താഹ് അബൂ ഖുദ്ദ റഹ്മത്തുള്ളാഹി അലൈഹി. അതിൽ മുഴുവൻ ചർച്ച ചെയ്യുന്നത് ഉലമാക്കൾ ഇൽമിന് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ മാത്രമാണ്. യാഖൂബ് ബിൻ സുഫിയാൻ അൽ ഫാരിസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അഖംതു ഫി റിഹ്ലതി 30 സന വകതബ്തു അൻ 1000 ശൈഖിൻ. ഞാൻ ഇൽമു തേടിയുള്ള യാത്രയിൽ 30 വർഷം ചെലവഴിച്ചു. 30 വർഷം വീട്ടിലേക്ക് തിരിച്ചു പോകാതെ. നമ്മൾ 2-3 മാസം കഴിഞ്ഞാൽ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു, വീണ്ടും മദ്രസയിലേക്ക് വരുന്നു. അള്ളാഹു നൽകിയ സൗകര്യങ്ങളാണ്. പക്ഷെ മുൻഗാമികൾ 30 വർഷം 40 വർഷം. ഇബ്നു മന്ദ റഹ്മത്തുള്ളാഹി അലൈഹി യാത്ര ചെയ്തത് 20-ാമത്തെ വയസ്സിലാണ്. തിരിച്ച് വീട്ടിലെത്തുന്നത് 65-ാമത്തെ വയസ്സിലാണ്. ഫകാനത് റിഹ്ലതുഹു 45 സന. അദ്ദേഹത്തിന്റെ യാത്ര 45 വർഷമായിരുന്നു. 45 വർഷം ഇൽമിന് വേണ്ടി യാത്ര പോയി. ഇബ്നു മന്ദ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ കിതാബ് നമ്മുടെ ലൈബ്രറിയിൽ ലഭ്യമാണ്, അത്തൗഹീദു ലിബ്നി മന്ദ. വലിയ ത്യാഗങ്ങൾ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയെ അദ്ദേഹത്തിന്റെ ഉമ്മ രാവിലെ തന്നെ എഴുന്നേൽപ്പിക്കുമായിരുന്നു. എന്നിട്ട് തഹജ്ജുദിന്റെ സമയത്ത് അദ്ദേഹത്തെയും കൂട്ടി പള്ളിയിലേക്ക് പോകും. ചെറിയ കുട്ടിയാണ് അദ്ദേഹം. അങ്ങനെ എന്നും പള്ളിയിലേക്ക് പോയി നമസ്കാരത്തിന് ശേഷം ഖുർആൻ ഹിഫ്ള് ചെയ്യും. അങ്ങനെ 10-ാമത്തെ വയസ്സിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഹാഫിളായി. 16-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ ഉമ്മ ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഇനി നിനക്ക് യാത്ര പോകാൻ സമയമായി. ഹാജിർ ഫി തലബിൽ ഹദീസ്, ഹദീസ് സ്വീകരിക്കാൻ, ഇൽമു പഠിക്കാൻ നീ യാത്ര ചെയ്യുക. ഫഇന്നൽ ഹിജ്റത ഫിൽ ഹദീസി ഹിജ്റത്തുൻ ഫീ സബീലില്ലാഹ്. ഹദീസ് തേടി, ഇൽമു തേടി യാത്ര പോകൽ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഹിജ്റ പോകുന്നത് പോലെയാണ്. ഹാജിർ ഇല മക്ക വ ഇല സനഅ, മക്കയിലേക്കും സനഅയിലേക്കും മറ്റു പ്രദേശങ്ങളിലേക്കും പോയി നീ ഇൽമു പഠിക്കണം. എന്നിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ കഴിക്കാനുള്ള കുറച്ച് ഭക്ഷണം കൊടുത്തു. ദുആ ചെയ്തു, ഇന്നല്ലാഹ ഇദാ ഉസ്തൂദിഅ ശൈഅൻ ഹഫിളഹു അസ്തൗദിഉക അല്ലാഹ അല്ലദി ലാ തളീഉ വദാഇഉഹു. അല്ലാഹുവിനെ എന്തെങ്കിലും ഏൽപ്പിക്കപ്പെട്ടാൽ അല്ലാഹു അതിനെ സംരക്ഷിക്കും, ഞാൻ നിന്നെ അല്ലാഹുവിനെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് യാത്രയാക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഉമ്മ, ഭർത്താവ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ യതീമാണ്. ആ മകനിലേക്ക് ആവശ്യക്കാരിയാണ്. പക്ഷെ എന്നിട്ടും ഇൽമു പഠിക്കാൻ ആ ഉമ്മ പറഞ്ഞയക്കുകയാണ്. നമ്മൾ ഓരോരുത്തരുടെയും മാതാപിതാക്കൾ നമ്മളെ പറഞ്ഞയക്കുന്നത് ഈ ഒരു ലക്ഷ്യത്തിന്റെ പേരിലാണ്. നമ്മൾ ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ പോലെ ആവണം, ഇമാം ഷാഫിയെ പോലെ ആവണം, വലിയ ഉയർന്ന സിഫാത്തുകളുള്ള ഉലമാക്കളാവണം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ പിന്നെ തിരിച്ചു വരുന്നത് ഇമാമു അഹ്ലി സുന്നത്തി വൽ ജമാഅ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാമായിട്ടാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ മക്കയിൽ പോയി, മദീനയിൽ പോയി, ബസ്രയിൽ പോയി, കൂഫയിൽ പോയി, ഞാൻ സവാഹിൽ പ്രദേശങ്ങളിലേക്ക് പോയി, മഗ്രിബിൽ പോയി, ജസാഇറിൽ പോയി. ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, തൗഫദ് ദുനിയ മറത്തൈൻ ഹത്താ ജമഅൽ മുസ്നദ്. അദ്ദേഹം മുസ്നദ് അഹ്മദ് ബിൻ ഹംബൽ ഈ കിതാബ് എഴുതാൻ വേണ്ടി 2 പ്രാവശ്യം ദുനിയാവ് മുഴുവൻ ചുറ്റിത്തിരിഞ്ഞിട്ടുണ്ട്. വലിയ ത്യാഗങ്ങൾ. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു ദിവസം പനി ബാധിച്ചു. ഫതവസ്സത്തു ലബിനതൻ, എന്റെ തലയിണ ഇഷ്ടികയായിരുന്നു തലയിണ. വലിയ ദാരിദ്ര്യമായിരുന്നു. പക്ഷെ എന്നാലും ഇൽമിനു വേണ്ടി ത്യാഗങ്ങൾ സഹിച്ചു. ഒരു ദിവസം വഖീ റഹ്മത്തുള്ളാഹി അലൈഹിയുമായി അദ്ദേഹം ഹദീസ് പരസ്പരം ചർച്ച ചെയ്യുകയാണ്. ഇശാ നമസ്കാരത്തിന് ശേഷം
ചർച്ച ചെയ്ത് അവസാനം വഖീ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടിമ സ്ത്രീ വന്നുകൊണ്ട് പറഞ്ഞു, തലഅത്തി സുഹ്റ, പ്രഭാതം ഉദിച്ചു. പ്രഭാതമായി എന്ന് പറഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് രാത്രി കഴിഞ്ഞു പോയി. രാത്രി മുഴുവൻ ഇൽമിന്റെ ചർച്ചകളാണ്. ഇൽമിന് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ചു. അവസാനമാരായി ഇമാം അഹ്ലി സുന്നത്തി വൽ ജമാഅ. അദ്ദേഹത്തിന്റെ ജനാസ കണ്ടിട്ട് എത്രയോ അമുസ്ലിമീങ്ങൾ മുസ്ലിമായി. അത്രയും ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ ജനാസയിൽ കൂടി. അമുസ്ലിമീങ്ങൾ മുസ്ലിമാവാൻ കാരണമായി. ഇത് കണ്ട് അഹ്ലു സുന്നയുടെ ഇമാമുകൾ പറയുന്നുണ്ട്, ബൈനനാ വബൈനകുമൽ ജനായിസ്, ഞങ്ങളാണോ നിങ്ങളാണോ സത്യത്തിന്റെ ഭാഗത്ത് എന്ന് നമ്മുടെ ജനാസകൾ സംസാരിക്കും. ഉലമാക്കളെ കുറിച്ച് ജനങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹു മതിപ്പിട്ട് കൊടുക്കും. ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനിയും ധാരാളം സംഭവങ്ങൾ. ബഹുമാനപ്പെട്ട അബുൽ വഖ്തു സജ്സി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ അരികിലേക്ക് ഒരാൾ ഇൽമു പഠിക്കാൻ വന്നു. അദ്ദേഹം പറഞ്ഞു, നീ ഇൽമിന് വേണ്ടി യാത്ര ചെയ്തു വന്നതാണ്. ഇത് മുൻഗാമികളുടെ സുന്നത്താണ്. ഞാനും ഇൽമിന് വേണ്ടി യാത്ര പോയിട്ടുണ്ട്. എൻ്റെ പിതാവ് എന്നെയും കൂട്ടി ഹദീസ് സ്വീകരിക്കാൻ വേണ്ടി യാത്ര ചെയ്യുമായിരുന്നു. എൻ്റെ കയ്യിൽ 2 കല്ല് അദ്ദേഹം വെച്ചു തരും. ഞാൻ ക്ഷീണിച്ചാൽ 1 കല്ല് താഴേക്കിടാൻ പറയും. വീണ്ടും ക്ഷീണിച്ചാൽ 2ാമത്തെ കല്ല് താഴേക്കിടാൻ പറയും. വീണ്ടും ഞാൻ ക്ഷീണിച്ചു, നടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ എന്നെ തോളിലേറ്റ് സഞ്ചരിക്കും. ആ സമയത്ത് കണ്ടു നിൽക്കുന്ന ആളുകൾ എൻ്റെ ഉപ്പയോട് പറയാറുണ്ട്, നിങ്ങൾ 2 പേരെയും ഞങ്ങൾ വെറുതെ കൂലിയൊന്നും വാങ്ങാതെ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തിച്ചു തരാം. ആ സമയത്ത് എൻ്റെ വാപ്പ പറയുമായിരുന്നു, നബിതങ്ങളുടെ ഹദീസ് സ്വീകരിക്കാൻ വാഹനപ്പുറത്ത് സഞ്ചരിക്കൽ ഒരു പാപമായി ഞാൻ മനസ്സിലാക്കുന്നു. അള്ളാഹു കാക്കട്ടെ. ഞാൻ നടക്കും, എൻ്റെ മകൻ നടക്കും. അവന് ക്ഷീണം ബാധിച്ചാൽ ഞാൻ അവനെ തോളിലേറ്റ് നടക്കും. ഇജ്ലാലൻ ലി ഹദീസ് റസൂലില്ലാ, ഇത് നബിതങ്ങളുടെ ഹദീസിനോടുള്ള ആദരവാണ്, നബിതങ്ങളുടെ ഹദീസിനോടുള്ള ബഹുമാനമാണ്. നമ്മുടെ മുമ്പിൽ എത്രയോ ഹദീസിന്റെ കിതാബുകളുണ്ട്. നമ്മൾ ക്ലാസ്സിലിരുന്ന് ഉറങ്ങാൻ നബിതങ്ങളുടെ ഹദീസിന് എന്ത് ആദരവാണ് നമ്മൾ കൽപ്പിക്കുന്നത്. മുൻഗാമികൾ ഹദീസിന് വേണ്ടി എത്രയോ ദൂരം യാത്ര ചെയ്തു. ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി ഒരൊറ്റ ഹർഫിന് വേണ്ടി യാത്ര ചെയ്തു. ഒരൊറ്റ ഹർഫിന് വേണ്ടി. ഈ സംഭവങ്ങളെല്ലാം പറയപ്പെടുന്നത് നമ്മൾ അവരെ പോലെ ആകാനാണ്, ആ ത്യാഗങ്ങൾ സഹിക്കാനാണ്. നമുക്ക് ത്യാഗങ്ങൾ വളരെ കുറവാണ്. ചെറിയ ചെറിയ സുഖങ്ങൾ മാറ്റിവെക്കലാണ്. ഹൽക്കയിൽ സംസാരിക്കൽ, അല്ലെങ്കിൽ അനാവശ്യമായി പുറത്തേക്ക് ഇറങ്ങൽ, ഇങ്ങനെ ചെറിയ ചെറിയ ലദ്ദത്തുകൾ നമ്മൾ മാറ്റിവെക്കലാണ് നമ്മുടെ ത്യാഗം. ലദ്ദത്തുകൾ മാറ്റിവെക്കാതെ ഒരാൾക്കും ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ സാധിക്കൂല. ഫമൻ ഹജറൽ ലദ്ദാതി നാലൽ മുന, ഫമൻ ഹജറൽ ലദ്ദാതി നാലൽ മുന, വമൻ അകബ്ബ അലൽ ലദ്ദാതി അല്ല അലൽ യദി. ഒരാൾ സുഖങ്ങളെ ഒഴിവാക്കാൻ വെടിയാൻ തീരുമാനിച്ചാൽ, തയ്യാറായാൽ അവൻക്ക് തന്റെ ലക്ഷ്യസ്ഥാനം പ്രാപിക്കാം. അല്ലെങ്കിൽ വമൻ അകബ്ബ അലൽ ലദ്ദാത്, രസങ്ങളുടെ പിന്നാലെ സുഖങ്ങളുടെ പിന്നാലെ പോവുകയാണെങ്കിൽ അല്ല അലൽ യദി, അവൻ നാളെ കൈകടിക്കേണ്ടി വരും, അവൻ വിഷമിക്കേണ്ടി വരും, ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ സമയം വളരെ വിലപ്പെട്ടതാണ്. നമ്മുടെ സമയങ്ങൾ വെറുതെ പാഴാക്കാൻ പാടില്ല. മുൻഗാമികൾ നമുക്ക് മാതൃകയാണ്. ഇബ്രാഹിമുൽ ഹർബി റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് പറയപ്പെടുന്നു, മാ ഫുഖിദ ഇബ്രാഹിമുൽ ഹർബി മിൻ മജ്ലിസ് ഇൽമിൻ മുൻദു 50 സന. 50 വർഷമായി ഒരൊറ്റ ഇൽമിന്റെ മജ്ലിസിൽ പോലും അദ്ദേഹത്തെ കാണാതെയായിട്ടില്ല. നിരന്തരമായ ഇൽമു പഠിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ 30 വർഷം ജീവിച്ചത് 2 ചപ്പാത്തി കഴിച്ചിട്ടാണ്. രാവിലെ ഒരു ചപ്പാത്തി, രാത്രി ഒരു ചപ്പാത്തി. 2 ചപ്പാത്തിയാണ് 30 വർഷം എൻ്റെ ഭക്ഷണം. കല്യാണം കഴിച്ചതിന് ശേഷം ഒരൊറ്റ ചപ്പാത്തിയാണ്. 60 വർഷം വലിയ പ്രയാസങ്ങൾ സഹിച്ചു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു പണ്ഡിതനാണ് അഹ്മദ് ബിൻ സൽമാൻ അന്നജിദി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന് ഇൽമിന്റെ മാർഗത്തിൽ വലിയ പ്രയാസം സഹിക്കേണ്ടി വന്നു. ദാരിദ്ര്യം വന്നു. അദ്ദേഹത്തിന്റെ ദാരിദ്ര്യത്തെ കുറിച്ച് പറയാൻ ഇബ്രാഹിമുൽ ഹർബിയുടെ വീട്ടിലേക്ക് വന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് ഇന്ന പ്രയാസങ്ങളുണ്ട്. ആ സമയത്ത് ഇബ്രാഹിമുൽ ഹർബി പറഞ്ഞു, നീ ക്ഷമിക്കണം, അള്ളാഹു നിന്നെ സഹായിക്കും. ഒരു ദിവസം എനിക്ക് വലിയ പ്രയാസം വന്നു. എൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും ഭക്ഷണം കഴിക്കാൻ ഭക്ഷണമില്ല. ആ സമയത്ത് ഭാര്യ പറഞ്ഞു, നമുക്ക് 2 പേർക്കും എങ്ങനെയെങ്കിലും ക്ഷമിക്കാം, അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഈ മക്കളുടെ കാര്യം എന്ത് ചെയ്യും? അതുകൊണ്ട് താങ്കളുടെ കിതാബുകളിൽ 1-2 കിതാബ് വിറ്റ് മക്കൾക്കുള്ള ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരണം. അദ്ദേഹം പറഞ്ഞു, കിതാബ് വിൽക്കാൻ എൻ്റെ മനസ്സ് എന്നെ സമ്മതിച്ചില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ, ഖുർആനിന്റെ ആയത്തിന്റെ തഫ്സീറുകൾ ഒരുമിച്ച് കൂട്ടിയ ഈ കിതാബിനെ വിൽക്കാൻ എനിക്ക് ചിന്തിക്കാൻ പോലും സാധിച്ചില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നീ തൽക്കാലം ഇന്ന് കടം വാങ്ങണം.
ഇന്ന് കടം വാങ്ങണം, രാത്രി ആ കടം വീട്ടാനുള്ള ഏർപ്പാട് ചെയ്യാം. അങ്ങനെ കടം വാങ്ങി മക്കൾക്ക് ഭക്ഷണം കൊടുത്തു. അന്ന് രാത്രി അദ്ദേഹം തന്റെ മക്തബയിൽ ഇരിക്കുകയാണ്, കിതാബുകൾ മുതാല ചെയ്തിരിക്കാൻ. ആ സമയത്ത് ആരോ വാതിൽ മുട്ടി. എന്നിട്ട് പറഞ്ഞു, അത്ഫി സിറാജ്, വിളക്കണക്കണം, ഞാൻ ആരാണെന്ന് കാണാൻ പാടില്ല. അദ്ദേഹം വിളക്കണച്ചു. ഉള്ളിലേക്ക് ആ മനുഷ്യൻ വന്നു. ഒരു വലിയ ചാക്ക് നിറയെ ഭക്ഷണം കൊണ്ടുവച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ മക്കൾക്ക് ഭക്ഷണം തയ്യാറാക്കിയപ്പോൾ താങ്കളും മക്കളും കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഒരു വലിയ ചാക്ക് നിറയെ ഭക്ഷണം. അതിൻ്റെ തൊട്ടടുത്ത് ചെറിയൊരു സഞ്ചി വെച്ചു. അദ്ദേഹം പോയി. എൻ്റെ ഭാര്യയെ ഞാൻ വിളിച്ചു, ലൈറ്റ് ഇടാൻ പറഞ്ഞു, വിളക്ക് കത്തിക്കാൻ പറഞ്ഞു. എന്നിട്ട് തുറന്നു നോക്കിയപ്പോൾ അതിൽ 50 തരം ഭക്ഷണ പദാർത്ഥങ്ങളാണ്. ആ സഞ്ചിയിൽ എനിക്കും ഭാര്യയ്ക്കും ജീവിക്കാൻ മാത്രം ധാരാളം കാലം ജീവിക്കാനുള്ള സമ്പാദ്യവും ആ സഞ്ചിയിലുണ്ട്. 2 ദിവസം കഴിഞ്ഞിട്ട് ഖുറാസാനിൽ നിന്ന് ഹാജിമാർ മടങ്ങി വരുന്ന ദിവസമാണ്. ഒരാൾ ഇബ്രാഹിം അൽ ഹർബിയുടെ വീട് ഏതാണെന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെ അന്വേഷിച്ച് എൻ്റെ വീട്ടിലെത്തി. ഞാൻ പറഞ്ഞു, ഞാനാണ് ഇബ്രാഹിം അൽ ഹർബി. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരൊട്ടകമുണ്ട്. ആ ഒട്ടകത്തിൽ 2 വലിയ കെട്ടുകളുണ്ട്. ആ കെട്ടുകൾ ഇറക്കി വെച്ചു. അതിൽ നിറയെ ഖുറാസാനിലെ പേപ്പറുകളാണ്. പേപ്പർ വാങ്ങാൻ അന്ന് ദാരിദ്ര്യമുള്ള, സമ്പത്തില്ലാത്ത അവസ്ഥയിലാണ്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ മുമ്പിൽ അന്നത്തെ ഏറ്റവും വില കൂടിയ പേപ്പറാണ് ഖുറാസാനിലെ പേപ്പർ. 2 കെട്ട് നിറയെ ഖുറാസാനിലെ പേപ്പറാണ്. ഞാൻ ചോദിച്ചു, ഇത് എവിടെ നിന്ന് കിട്ടിയതാണ്? അദ്ദേഹം പറഞ്ഞു, തന്ന ആള് പേര് പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ 2 പേർക്ക് വേണ്ടിയും ദുആ ചെയ്തു. ഇൽമിനു വേണ്ടി നമ്മൾ ത്യാഗങ്ങൾ സഹിച്ചാൽ അള്ളാഹു ഒരിക്കലും പാഴാക്കൂല. അള്ളാഹു ഒരിക്കലും പാഴാക്കൂല. നമ്മൾ റിസ്കിന്റെ കാര്യം ഓർത്ത് ഒരിക്കലും വിഷമിക്കണ്ട, ദുഃഖിക്കണ്ട. ഇൽമിനു വേണ്ടി നമ്മൾ ത്യാഗങ്ങൾ സഹിച്ചാൽ അള്ളാഹു ഒരിക്കലും പാഴാക്കൂല. ചരിത്രം നമ്മുടെ മുമ്പിൽ സാക്ഷിയാണ്. ഇമാം അഹ്മദ്, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ദരിദ്രനായിരുന്നു, യതീമായിരുന്നു. പേപ്പർ വാങ്ങാൻ പോലും പൈസ ഇല്ലാത്തതിന്റെ പേരിൽ അദ്ദേഹം കയ്യിൽ എഴുതുന്നത് പോലെ കാട്ടിയ ചരിത്രം നമുക്കറിയാം. പക്ഷെ അദ്ദേഹം ഇൽമു പഠിച്ച് തിരിച്ചു വരുമ്പോൾ ധാരാളം സമ്പത്ത് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അദ്ദേഹത്തിന്റെ മാതാവ് പറഞ്ഞു, നീ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് 1 രൂപ പോലും ഇല്ലാതെയാണ്. അതേപോലെ വീട്ടിലേക്ക് കയറിയാൽ മതി. അദ്ദേഹം മുഴുവൻ സമ്പത്തും സദഖ നൽകുകയാണ്. ഒരാളെയും അള്ളാഹു പാഴാക്കിയിട്ടില്ല. മുഹമ്മദ് ബിനു ഇസ്ഹാഖ് അൽ മഖ്ദസി, മുഹമ്മദ് ബിൻ താഹിർ അൽ മഖ്ദസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഞാൻ 2 പ്രാവശ്യം ഹദീസ് സ്വീകരിക്കാൻ വേണ്ടി രക്തമൂത്രം ഒഴിച്ചിട്ടുണ്ട്. രക്തമൂത്രം ഒഴിച്ചു 2 പ്രാവശ്യം. മറത്തൻ ഫി ബഗ്ദാദ് വമറത്തൻ ഫി മക്ക. ഒന്ന് ബഗ്ദാദിൽ വെച്ച്, മറ്റൊന്ന് മക്കയിൽ വെച്ച്. കാരണം ശക്തമായ ചൂടുള്ള സമയത്ത് ചെരുപ്പ് ധരിക്കാൻ കയ്യിൽ സമ്പത്തില്ലായിരുന്നു. പാദരക്ഷകളില്ലാതെ ശക്തമായ ചൂടിൽ നടന്നതിന്റെ പേരിൽ 2 പ്രാവശ്യം രക്തമൂത്രം ഒഴിച്ചു. ത്യാഗങ്ങളെ അവർ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു.